നമസ്കാരം. ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടം 200 ദിവസം പിന്നിട്ടു. ഇതിനെ തുടർന്ന് ഇസ്രായേൽ ഇപ്പോൾ അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് ഗാസയിൽ നടത്തുന്നത്. ഹമാസിൻ്റെ പ്രധാന ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അവർ ആക്രമിച്ച് തകർക്കുകയാണ്. മാത്രമല്ല, ഇവിടെ പല ഭാഗങ്ങളിലും ഇവർ രഹസ്യമായി സംഘടിപ്പിച്ചിട്ടുള്ള റോക്കറ്റ് ലോഞ്ചറുകൾ പലതും ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയിട്ടുണ്ട്. അവ നശിപ്പിക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ ഇപ്പോൾ ഗാസയിൽ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ആക്രമണം നടക്കുന്നത്. 200 ദിവസം പിന്നിട്ടിട്ടും ഇനിയും ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും അമർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ദുഃഖകരമായൊരു കാര്യമാണ്. കാരണം ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളും ചാര സംവിധാനങ്ങളും എല്ലാമുള്ള രാജ്യമായ ഇസ്രായേലിന് എന്തുകൊണ്ട് ഹമാസ് തീവ്രവാദികളെ ഇനിയും കീഴടക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. മാത്രമല്ല, ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെക്കുറിച്ച് ഇനി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. നിരവധി പേർ ഇപ്പോഴും അവരുടെ തടവിൽ കഴിയുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ റഫ മേഖലയിലുള്ള ജനങ്ങളോട് അവിടെ നിന്ന് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരെ അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ ഹമാസ് തീവ്രവാദി നേതാക്കൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇസ്രായേലിൻ്റെ വിശ്വാസം. ഈ ജനങ്ങളെ, സാധാരണക്കാരായ ജനങ്ങളെ മറയാക്കിയാണ് ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തുന്നത് എന്നുള്ളത് കൊണ്ടും ഇസ്രായേൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന പല ബന്ദികളെയും ഒരുപക്ഷേ ഹമാസ് തീവ്രവാദികൾ പാർപ്പിച്ചിരിക്കുന്നത് ഈ മേഖലയിലാണ് എന്നുള്ള കാര്യത്തിലും ഉറപ്പായതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഒരു പോരാട്ടം വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ അവിടെ നിന്ന് ജനങ്ങളോട് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ റഫ മേഖലയിലെ വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ ഹമാസ് തീവ്രവാദികളുടെ നിരവധി റോക്കറ്റ് ലോഞ്ചറുകൾ ഇസ്രായേൽ സൈന്യം തകർത്തിട്ടുണ്ടായിരുന്നു. മധ്യ ഗാസയിലെ ബുറൈജയിൽ കനത്ത തോതിലുള്ള വ്യോമാക്രമണവും ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഹമാസ് തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന വീടുകൾ, ഇവരുടെ രഹസ്യ താവളങ്ങൾ തുടങ്ങി ഇവരുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തീർത്തും താർത്ത് തരിപ്പണമാക്കുക എന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം എത്തിയിട്ടുള്ളത്. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഹമാസ് തീവ്രവാദികളെയും ഹിസ്ബുള്ളയെയും ഹൂതി മുതലെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിന് വലിയ വില തങ്ങൾ നൽകേണ്ടി വരും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഖത്തർ ഉൾപ്പെടെ രാജ്യങ്ങളിൽ സുരക്ഷിതരായി കഴിയുന്ന ഹമാസിൻ്റെ പല നേതാക്കളും ആ രാജ്യം വിട്ടു പോരേണ്ടി വരും എന്ന് തന്നെയാണ് ഒടുവിലത്തെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം ഖത്തറിനെയൊക്കെ സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള ഒരു ചർച്ചകൾക്കും ഹമാസ് തീവ്രവാദികൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഇവർ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ തന്നെ അവരിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതിനിടെ ഹമാസിൻ്റെ പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയ കഴിഞ്ഞ ദിവസം തുർക്കി പ്രസിഡന്റ് എർദോഗനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ഇസ്രായേൽ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവുമായി ചർച്ച നടത്തുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നാണംകെട്ട ഒരു കാര്യമാണ് എന്നാണ് ഇസ്രായേൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമുള്ളത്. ഏതായാലും ഈ മേഖലയിലെ സമാധാനം കൈവരുത്തണമെങ്കിൽ ഈ തീവ്രവാദികളുടെ ശല്യം ഒഴിവാക്കുക തന്നെ വേണം എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ.